ഗൈസ്, മൂന്നാർ വ്ളോഗിൻ്റെ 5ാമത്തെ വീഡിയോയാണിത്. അപ്പോൾ വാഗമണ്ണിൽ 4ാമത്തെ ദിവസം ഞങ്ങൾ വന്നു. എന്നിട്ട് 5ാമത്തെ ദിവസം തന്നെ രാവിലെ അവിടെ നിന്ന് വാഗമൺ ടീ ലേക്കിലേക്ക് പോയി. അപ്പോൾ വാഗമണ്ണിൽ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് വിസിറ്റ് ചെയ്യണം എന്ന് കരുതി പോയൊരു പ്ലേസാണ് വാഗമൺ ടീ ലേക്ക്. ഇവിടെ ഒരു പാലമുണ്ട്, ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഭയങ്കര നല്ല ഭംഗിയായിരുന്നു കാണാൻ. ബോട്ടിങ്ങിനൊക്കെ നല്ല റേറ്റ് ആയതുകൊണ്ട് അതിനൊന്നും പോയില്ല. പക്ഷെ ഞങ്ങൾ തണുപ്പ് കാണുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ പ്രതീക്ഷിച്ചതിൽ വിപരീതമായിട്ട് നല്ല ചൂടായിരുന്നു. പക്ഷെ ചൂടാണെങ്കിൽ തന്നെ അവിടെയുള്ള കാഴ്ചകൾ കാണാൻ വളരെ മനോഹരമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സമയം അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ആമ്പലൊക്കെ ഉണ്ടായിരുന്നു ഒരറ്റത്ത്. അതിങ്ങനെ ഒരറ്റത്ത് ഇങ്ങനെ കൂടി കിടക്കുന്നുണ്ട്. പിന്നെ അങ്ങറ്റത്ത് ഒരു വേലി കെട്ടിയിട്ടുണ്ട്, അതിനപ്പുറത്തും ഉണ്ട്. അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല, അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് തോന്നുന്നു. അവിടെ അമ്പലമുണ്ട്. അത് ഭയങ്കര, പക്ഷെ ക്യാമറയിൽ കിട്ടിയില്ല, കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് ഭരണങ്ങാനം വഴിയാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വാഗമണ്ണിൽ നിന്ന് ഭരണങ്ങാനം പോകാൻ ഞങ്ങൾ മാപ്പിൽ നിന്ന് നോക്കിയിട്ട് പോയ വഴി എന്ന് പറയുന്നത് സൈഡ് മൊത്തം കരിങ്കല്ലാണ്. ഭയങ്കരമായിട്ടുള്ള വളവുകളുള്ള റോഡായിരുന്നു അത്. അപ്പോൾ എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല അപകടകരമായിട്ടുള്ള റോഡാണ്. അപ്പോൾ സൂക്ഷിച്ച് വേണം പോവാൻ. അപ്പം നല്ല രസമായിരുന്നു പക്ഷെ കാണാനും. ചുറ്റും കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഭരണങ്ങാനത്ത് വന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഭരണങ്ങാനത്ത് പോകുന്നത്. പിന്നെ അവിടെ വന്ന് കുറച്ച് പ്രാർത്ഥിച്ച് കുറച്ച് നേർച്ചയൊക്കെയുള്ള നെയ്യപ്പവും ഇതൊക്കെ വാങ്ങി, എണ്ണയൊക്കെ വാങ്ങിയിട്ട് തിരികെ വന്നു. അപ്പോൾ ഈ ട്രിപ്പ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഓർമ്മകൾ തന്നൊരു ട്രിപ്പാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ദൂരം ഒരു ട്രിപ്പിന് പോകുന്നത്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ഇത്രയും വർഷങ്ങളായിട്ടും കറങ്ങി പോയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഇത്രയും ദൂരത്തിലൊരിടത്ത് പോകുന്നത്. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലൊരു ട്രിപ്പായിരുന്നു. ഒരുപാട് മനോഹരമായ കാഴ്ചകൾ കണ്ടു. എല്ലാം എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ഫീലും പീസും ആണ് തന്നത്. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഞാൻ എൻജോയ് ചെയ്തു. ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരുപാട് സ്ട്രേഞ്ച് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എല്ലാം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതാണ് എനിക്ക് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തോന്നിയത്. അതിൽ ഇതുപോലെ ഇടയ്ക്കൊക്കെ ചെറിയ യാത്രകളൊക്കെ പോകുന്നത് നല്ലതാണെന്ന് എനിക്ക് പിന്നീടാണ് തോന്നിയത്. ഇത്രയും നാൾ ഞാൻ നഷ്ടപ്പെടുത്തിയതിനെ ഓർത്ത് ഞാൻ വിഷമിക്കുകയും ചെയ്തു. ഭരണങ്ങാനത്ത് നിന്ന് നേരെ വീട്ടിലേക്ക് വന്നു. ഏകദേശം ഒരു വൈകുന്നേരം 4:30 ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. അപ്പോൾ നമ്മുടെ മൂന്നാർ ട്രിപ്പ് വ്ളോഗ് ഇന്നിവിടെ തീരുകയാണ്. ഇത് ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത കൊടൈക്കനാൽ ട്രിപ്പ് വ്ളോഗിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.